അപകടത്തിൽപ്പെട്ട ആരെയെങ്കിലും രക്ഷിക്കുവാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ചില ദുരന്തങ്ങൾ അനിവാര്യമായി തീരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. മനുഷ്യരായ നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് നാം അംഗീകരിക്കേണ്ട വസ്തുതയാകുന്നു. എന്നാൽ അപ്പോൾ തന്നെ ദൈവത്താൽ കഴിയാത്ത കാര്യങ്ങൾ ഒന്നും തന്നെയില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ദൈവം അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവിടുന്ന് കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി എന്നാകുന്നു തിരുവചനം. സർവശക്തനായ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്കായി നമുക്ക് ചെവിയോർക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 19-ാം അധ്യായത്തിൻ്റെ 3 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 18-19 അധ്യായങ്ങൾ എന്തിനാണ് വിശുദ്ധ ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നൊരു സംശയം പുതിയ നിയമത്തിൽ പ്രവേശിക്കുന്നത് വരെ നിങ്ങൾക്കുണ്ടായാൽ ഞാൻ ഒട്ടും അത്ഭുതപ്പെടില്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഭാഗമായിട്ട് മാത്രമേ നമുക്ക് ഇത് തോന്നൂ. സോദോമിൻ്റെയും ഗൊമോറയുടെയും നാശത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 18-19 അധ്യായങ്ങളിൽ അബ്രഹാമിൻ്റെ കൂടാരത്തിലേക്ക് 3 അതിഥികൾ വരുന്നതും അവരെ അബ്രഹാം തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നതും പറഞ്ഞുകൊണ്ടാണ് 18-ാം അധ്യായം ആരംഭിക്കുന്നത്. അതിൻ്റെ 4 വാക്യങ്ങൾ നാം ചിന്തിച്ചതായിരുന്നു. 18-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം, വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം, ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറായിയുടെ അടുക്കൽ ചെന്ന്, നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവ് എടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരൻ്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുൻപിൽ വെച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിന് കീഴിൽ ശുശ്രൂഷിച്ച് നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട്, നിൻ്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചതിന്, കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു. അതിഥി സൽക്കാരത്തിന് ഉത്തമ മാതൃകയല്ലേ ഇത്? അബ്രഹാം ഗംഭീരമായൊരു വിരുന്നൊരുക്കി. അബ്രഹാം ഒരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരനെ ഏൽപ്പിച്ചു. അവൻ ഏറെ സ്വാദിഷ്ടമായ ആഹാരം പാകം ചെയ്തു. എന്നാൽ അടുത്ത് ശ്രദ്ധിച്ചോ, അബ്രഹാം വെണ്ണയും പാലും എടുത്തു. അബ്രഹാം തന്നെ അതിഥികളെ ഏറ്റവും മെച്ചവും ഉചിതവുമായ രീതിയിൽ സൽക്കരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ അതിഥികൾ സാധാരണക്കാരല്ലായിരുന്നുവെന്ന് പിന്നീട് നാം കാണുന്നു. നാം എബ്രായലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ എന്ന്. ചിലർ എന്നത് അബ്രഹാം തന്നെയാകുന്നു എന്ന് നമുക്കറിയാം. താൻ ആരെയാണ് സൽക്കരിക്കുന്നതെന്ന് അറിയാതെ തന്നെ ഏറ്റവും മഹത്തായ സൽക്കാരം അബ്രഹാം ഒരുക്കി. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, നിൻ്റെ ഭാര്യ സാറ എവിടെ? അവൻ പറഞ്ഞു, കൂടാരത്തിലുണ്ട് എന്ന്. അതിഥികളെ, പ്രത്യേകിച്ചും അത് പുരുഷന്മാരാകുമ്പോൾ സൽക്കരിക്കുവാൻ സ്ത്രീകൾ ഇടപെടുന്നത് അക്കാലങ്ങളിൽ പതിവില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ അതിഥികൾ തന്നെ സാറായെക്കുറിച്ച് അങ്ങോട്ട് അന്വേഷിക്കുകയാണ്. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിൻ്റെ ഭാര്യ സാറയ്ക്കൊരു മകൻ ഉണ്ടാകും എന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിൽക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. ഒരുപക്ഷെ സാറ വാതിൽക്കൽ നിന്ന് അവരുടെ സംസാരം ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. 11-ാം വാക്യത്തിൽ, എന്നാൽ അബ്രഹാമും സാറയും വയസ്സ് ചെന്ന് വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറായിക്ക് നിന്നുപോയിരുന്നു.
ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. വെറുതെ ആയിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ പുരുഷന്മാരുടെ വാക്ക് കേട്ട സാറായുടെ സ്വാഭാവികമായ സന്ദേഹമാണ് ഇത് എന്ന് പറഞ്ഞാൽ സാറ ചോദിക്കുകയാണ്, ഇനിയും എനിക്കൊരു മകനുണ്ടാകുക എന്നത് സാധ്യമാണോ? എന്നിട്ട് അവൾ ചിരിച്ചു. ഈ ചിരിയുടെ സൂചന എന്താണ്? ഈ പറഞ്ഞതൊക്കെ നടന്നാൽ കൊള്ളാം എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ഒരു ചിരി ആയിരുന്നു അത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുപോലെയുള്ള അനുഭവം നമ്മിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാകും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം നമ്മോട് ഒരുപാട് നല്ലവനായി ഇടപെട്ടപ്പോൾ നാം അതോർത്ത് സന്തോഷിച്ച് ചിരിച്ചിട്ടില്ലേ? സാറ പറയുന്നത് ഇത് സത്യമാകുവാൻ സാധിക്കാത്തതുപോലെയുള്ള നന്മയാകുന്നു എന്നത്രേ. 13 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, യഹോവ അബ്രഹാമിനോട്, വെറുതെയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും, സാറായ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അരുളി ചെയ്തു. സാറ ഭയപ്പെട്ടു. ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചിരിച്ചു എന്ന് അവൻ അരുളി ചെയ്തു. കർത്താവിൻ്റെ ചോദ്യത്തിനു മുൻപിൽ സാറ ആകെ ഭയന്നുപോയി. എന്നാൽ അവൾക്ക് സത്യം സമ്മതിക്കാതിരിക്കുവാനും സാധ്യമല്ല. 14 വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? യഹോവയാൽ കഴിയാത്ത കാര്യമില്ല എന്ന ഉത്തരം തരുവാനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ നാം ഇടയ്ക്കൊക്കെ ചോദിക്കേണ്ടതായ ഒരു ചോദ്യമാണിത്. നമ്മുടെ ദൈവത്താൽ എല്ലാം സാധ്യമാകുന്നു. അവനെ സംശയിക്കരുത്. 16 വാക്യത്തിൽ നാം കാണുന്നത്, ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്ര അയപ്പാൻ അവരോടുകൂടെ പോയി. അബ്രഹാം പാർത്തിരുന്നിടത്ത് നിന്നും അവർ യാത്ര തിരിച്ചപ്പോൾ അവർക്ക് സോദോമും ഗൊമോറയും കാണാമായിരുന്നു. ഈ അതിഥികളോടൊപ്പം അബ്രഹാം നടക്കുന്നു. അവനെ അവർ സോദോമിൻ്റെയും ഗൊമോരയുടെയും നേരെ കൊണ്ടെത്തിച്ചു. അക്കാലത്തെ സമ്പൽ സമൃദ്ധവും സുന്ദരവുമായ ഒരു സ്ഥലമായിരുന്നു ഈ സോദോം ഗൊമോറ. അത് നശിപ്പിക്കപ്പെടുന്നതിന് മുൻപ് യഹോവയുടെ തോട്ടം പോലെ ആയിരുന്നു എന്ന് നാം നേരത്തെ വായിച്ചതാണ്. 17 വാക്യത്തിൽ നാം കാണുന്നത്, അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? സൊദോമിനോടും ഗൊമോറയോടും താൻ ചെയ്യുവാൻ പോകുന്നത് ദൈവം ഇതുവരെ അബ്രഹാമിന് വെളിപ്പെടുത്തിയില്ലായിരുന്നു. അവൻ അവരെ നശിപ്പിക്കുവാൻ പോവുകയാണ്. എന്നാൽ അത് ദൈവം അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? അബ്രഹാമിൽ നിന്നും ദൈവം ഇത് മറച്ചു വെക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? 18 വാക്യം, അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായിത്തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. അബ്രഹാമിന് വലിയൊരു സ്വാധീനം ഉണ്ടാകുവാൻ പോവുകയാണ്. അവനെ പല തലമുറകൾ ഓർക്കുന്ന പിതാമഹൻ ആക്കാൻ പോകുകയാണ്. അങ്ങനെ ലോകം മുഴുവൻ സ്വാധീനമുള്ള വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ഒരു മഹത്തായ കാര്യമുണ്ട്. ഒരു വ്യക്തിയുടെ അനുസരണക്കേട് കൊണ്ട് ഒരു നാട് മുഴുവൻ നശിക്കുവാൻ ഇടയാകുന്നത് പോലെ ഒരു വ്യക്തിയുടെ അനുസരണം കൊണ്ട് ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാം അറിയണം. അതുകൊണ്ടാണ് ദൈവം അബ്രഹാമിനോട് ഈ വസ്തുതകൾ മുൻകൂട്ടി അറിയിക്കുന്നത്. 19 വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ അബ്രഹാമിനെക്കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം ഇങ്ങനെ പറയുന്നതായി നമുക്ക് അത് കാണാം. ഞാനിത് അബ്രഹാമിനോട് മറച്ചു വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അങ്ങനെ ചെയ്താൽ അവനെന്നെക്കുറിച്ച് തെറ്റായ ഒരു ധാരണയുണ്ടാകും. അവൻ പഠിക്കുന്ന ഈ പാഠം അവൻ തൻ്റെ തലമുറകളെ പഠിപ്പിക്കുവാനുള്ളതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അബ്രഹാമിന് തൻ്റെ ഭവനത്തിൽ നല്ല അച്ചടക്കമുണ്ടായിരുന്നു. അബ്രഹാം യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാകുന്നു എന്ന് വീണ്ടും ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നു. 20-21 വാക്യങ്ങളിൽ, പിന്നെ യഹോവ സൊദോമിൻ്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്ന് അരുളി ചെയ്തു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, അവിടുത്തെ സാഹചര്യം എനിക്കറിയാം, എന്നാലും ഞാൻ നേരിട്ട് അവിടെ ചെന്നൊന്ന് പരിശോധിക്കുവാൻ പോവുകയാണ്. ദൈവം ഒന്നും തിരക്ക് പിടിച്ച് ചെയ്യാറില്ല സുഹൃത്തേ.
താൻ ഈ പട്ടണങ്ങൾ നശിപ്പിക്കുവാൻ പോകുകയാണെന്ന് ദൈവം അബ്രഹാമിനോട് മുൻകൂട്ടി പറഞ്ഞത് നന്നായി. അല്ലായിരുന്നുവെങ്കിൽ അബ്രഹാമിന് ഒരു പക്ഷേ ദൈവത്തോട് നീരസമുണ്ടായേനേയും. ഈ ദൈവം ഒരു സ്വേച്ഛാധിപതിയോ പ്രതികാരദാഹത്താൽ മനുഷ്യനോട് ഒരു കരുണയും കാണിക്കാത്തവനോ എന്നൊക്കെ ഒരുപക്ഷെ അബ്രഹാം മാനുഷികമായി ചിന്തിച്ചേനേ. അതുകൊണ്ട് താൻ ചെയ്യുവാൻ പോകുന്നത് എന്താണെന്ന് ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തുന്നു. ഇനിയും ഇപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ആലോചിക്കുവാനും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും അബ്രഹാമിന് സമയമുണ്ട്. കാരണം ദൈവത്തെക്കുറിച്ചും സൊദോമിനെക്കുറിച്ചും ഗോമോരയെക്കുറിച്ചും അബ്രഹാമിന് വലിയ തെറ്റായ ധാരണകൾ ഉണ്ടായിരുന്നു എന്ന് വേണം ചിന്തിക്കാൻ. തന്നെക്കുറിച്ചും തൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും ദൈവം നമ്മോടും പറയുന്നതിൻ്റെ ഒരു കാരണം ഇതത്രേ. ദൈവം നമ്മോട് പറയാത്ത അനേകം കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരു മരമണ്ടന് പോലും തെറ്റുപറ്റാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രശ്നം ദൈവം വ്യക്തമാക്കിയിട്ടില്ലാത്ത കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടേ അടങ്ങൂ എന്ന വാശി പിടിക്കലാണ്. അതുകൊണ്ട് വെളിപ്പെടുത്തി തന്നവയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. തങ്ങൾ നിരീശ്വരവാദികളാണെന്ന് പറഞ്ഞ് നടക്കുവാൻ ജനങ്ങൾ മടി കാണിക്കുന്നില്ല. ഇല്ലേ? 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സൊദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അബ്രഹാം ഇപ്പോൾ അവിടെ കാത്തിരിക്കുകയാണ്. അവന് തിരികെ വീട്ടിൽ പോകുവാൻ മനസ്സ് വരുന്നില്ല. കാരണം ഒരു ദേശം നശിക്കുവാൻ പോകുന്നു. അവൻ അതേക്കുറിച്ച് ചിന്തിക്കുകയാണ്. അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാരമായി അത് മാറി. 23-ാം വാക്യത്തിൽ നാം കാണുന്നത്, അബ്രഹാം അടുത്ത് എന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? എന്താണ് അബ്രഹാമിൻ്റെ മനസ്സിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ ചിന്ത? അവൻ്റെ മനസ്സിൽ ആദ്യം പ്രവേശിക്കുന്നത് തീർച്ചയായും തൻ്റെ സഹോദരപുത്രനായ ലോത്താണ്. ഒരു സമയത്ത് തന്നെ തള്ളിപ്പറഞ്ഞ് അവനിഷ്ടമുള്ളതുപോലെ പോയ മകനാണിവൻ. അവനൊരിക്കൽ ലോത്തിനെ രക്ഷിച്ചതാണ്. ഇതാ അവൻ അവിടെ വീണ്ടും അപകടത്തിലാകുന്നു. ലോത്തിനെക്കുറിച്ചും അവന് ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ചും അബ്രഹാം വളരെ ഭാരപ്പെട്ട് കാണും. എന്നാലും ലോത്ത് ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ച ഒരു വ്യക്തിയാണെന്ന് അബ്രഹാം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ദൈവമേ, നീതിമാൻ്റെ കാര്യം എന്താകുന്നു എന്ന് അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്നത്. സോദോമിൽ ദൈവത്തെ വിശ്വസിച്ച അനേകർ ഉണ്ടാകുമെന്നാണ് അബ്രഹാം കരുതിയിരുന്നത്. അബ്രഹാമിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ ന്യായമുണ്ട്. കാരണം ഒരു ദൈവപൈതൽ, ഒരു നീതിമാൻ നാളുകളായി കുടുംബമായി അവിടെ പാർക്കുന്നുണ്ടല്ലോ സോദോമിൽ. അവിടെ നല്ല സ്വാധീനമുള്ളൊരു വ്യക്തിയുമാണ് ലോത്ത്. അവൻ്റെ സ്വാധീനത്താൽ ചിലരെങ്കിലും നീതിയും വിശ്വാസവും പുലർത്തുന്നുണ്ടാവുമെന്ന് അബ്രഹാം കരുതി. അതുകൊണ്ട് ദൈവം ദുഷ്ടന്മാരോടുകൂടെ നീതിമാന്മാരെ നശിപ്പിക്കുന്നത് അംഗീകരിക്കുവാൻ തനിക്ക് സാധിക്കില്ല എന്ന് അബ്രഹാം പറയുന്നു. എനിക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നാണ് അബ്രഹാം പറയുന്നത്. 24-ാം വാക്യത്തിൽ നാം കാണുന്നത്, പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കയില്ലയോ? അബ്രഹാം 50-ൽ ആരംഭിക്കുന്നു. അവൻ യഹോവയോട് പറയുന്നു, ദൈവമേ, സോദോമിൽ 50 നീതിമാന്മാർ ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? ദൈവത്തിൻ്റെ മറുപടി 25-26 വാക്യങ്ങളിൽ നിന്നും നാം കാണുന്നത്, ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അതിനെ യഹോവ, ഞാൻ സോദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നുവെങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കും എന്ന് അരുളി ചെയ്തു. ഇത് ഇന്നും അനേകർ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അതിനൊരു ഉത്തരമുണ്ട്. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ എല്ലായ്പ്പോഴും ശരിയായത് മാത്രമേ പ്രവർത്തിക്കൂ എന്നാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്ന സാക്ഷ്യം. ദൈവം എന്ത് ചെയ്താലും അത് ശരിയാണ്. അഥവാ അവൻ ചെയ്യുന്നത് ശരിയല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്തല്ല, നിങ്ങളുടെ ഭാഗത്താണ് പ്രശ്നം. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം വസ്തുതകളുടെ മുഴുവൻ രൂപവും നിങ്ങൾക്കറിയില്ലല്ലോ, നമുക്കറിയില്ല. അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ സർവഭൂമിയുടെയും ന്യായാധിപതി പ്രവർത്തിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾ അറിഞ്ഞേനെയും നമ്മളെല്ലാവരും അറിഞ്ഞേനെയും. അവിടുന്ന് നീതി പ്രവർത്തിക്കുന്നു. തെറ്റിയത് മനുഷ്യരായ നാമാണ്. അപ്പോൾ അബ്രഹാം ഒന്നുകൂടി ചിന്തിക്കുകയാണ്. 27-28 വാക്യങ്ങളിൽ
അവൻ പറയുകയാണ്, പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. 50 നീതിമാന്മാരിൽ പക്ഷേ 5 പേർ കുറഞ്ഞു പോയെങ്കിലോ? 5 പേർ കുറഞ്ഞതുകൊണ്ട് നീ ആ പട്ടണം മുഴുവനും നശിപ്പിക്കുമോ എന്ന് അബ്രഹാം പറഞ്ഞതിന് 45 പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. വേറെ വിധത്തിൽ പറഞ്ഞാൽ 45 നീതിമാന്മാരുണ്ടെങ്കിൽ അവരെ പ്രതി ആ പട്ടണം നശിപ്പിക്കാതിരിക്കുമോ എന്നാണ് അബ്രഹാം ചോദിക്കുന്നത്. അപ്പോൾ ദൈവം അവനോട് പറയുന്നു, ഞാൻ അവിടെ 45 പേരെ നീതിമാന്മാരെ കണ്ടെന്നാൽ ആ പട്ടണം നശിപ്പിക്കുകയില്ല. ഇത്രയും ആയപ്പോൾ അബ്രഹാമിന് ധൈര്യമായി. വീണ്ടും അബ്രഹാമിൻ്റെ സംശയം, അഥവാ അവിടെ 40 നീതിമാന്മാരെ ഉള്ളുവെങ്കിലോ? 40 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ അവൻ ആ നാടിനെ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം മറുപടി പറയുന്നു. എന്നാൽ അബ്രഹാം അവിടം കൊണ്ട് നിർത്തുന്നില്ല. അവൻ സംഖ്യ താഴ്ത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാണ്. അവൻ ചോദിക്കുകയാണ്, 30 ആയാലോ? ദൈവം പറയുന്നു, കുഴപ്പമില്ല, 30 നീതിമാന്മാരെങ്കിലും ആ പട്ടണത്തിലുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ല. അബ്രഹാം വിടുന്നില്ല. ഇപ്പോൾ 20 പിടിക്കുന്നത്. ദൈവം പറഞ്ഞു, ഞാൻ നശിപ്പിക്കില്ല അബ്രഹാമേ. ഒരുപക്ഷെ തൻ്റെ ആശങ്ക പൂർണ്ണമായി അകലാത്തത് കൊണ്ടാകാം അബ്രഹാം ഒരു തവണ കൂടി ചോദ്യം ആവർത്തിക്കുന്നു. ദൈവമേ, അവിടെ 10 നീതിമാന്മാരെങ്കിലും കണ്ടാലോ? ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ ക്ഷമ നശിച്ച് വേറെ പണി വല്ലതും പോയി നോക്കെന്ന് പറഞ്ഞേനെ. എന്നാൽ ദൈവം അബ്രഹാമിനോട് കരുണയോട് മറുപടി പറഞ്ഞു, 10 നീതിമാന്മാരെങ്കിലും സൊദോം പട്ടണത്തിലുണ്ടെങ്കിൽ ആ പട്ടണത്തെ താൻ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം അവന് ഉറപ്പ് കൊടുത്തു. 33-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്ത് തീർന്ന ശേഷം അവിടെ നിന്ന് പോയി അബ്രഹാമും തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. എന്തുകൊണ്ടാണ് അബ്രഹാം 10-ൽ നിന്ന് താഴേക്ക് വരാഞ്ഞത്? ഇത്രയും ചോദിക്കാമായിരുന്നെങ്കിൽ 5 പേരുണ്ടെങ്കിൽ നശിപ്പിക്കാതിരിക്കുമോ എന്നുകൂടി അങ്ങ് ചോദിക്കരുതായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ പട്ടണത്തിൽ 10-ൽ കൂടുതൽ നീതിമാന്മാർ ഉണ്ട് എന്ന് അബ്രഹാം വിശ്വസിച്ചിരുന്നു എന്നാണ്. അതവന് ഉറപ്പായിരുന്നു. വേണമെങ്കിൽ അബ്രഹാമിന് ചോദിക്കാമായിരുന്നു, യഹോവേ, ആ പട്ടണത്തിൽ ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ എന്ന്. അങ്ങനെ ചോദിച്ചിരുന്നുവെങ്കിൽ ദൈവം എന്ത് മറുപടി പറഞ്ഞേനേയും എന്ന് നിങ്ങൾക്കറിയാമോ? എനിക്ക് തോന്നുന്നത് ദൈവം ഇങ്ങനെ പറഞ്ഞേനേയും, ആ പട്ടണത്തിൽ ഒരു നീതിമാനേ ഉള്ളുവെങ്കിൽ ഞാൻ അവനെ ആ പട്ടണത്തിൽ നിന്നും വെളിയിൽ കൊണ്ടുവരുവാൻ പോവുകയാണ്. കാരണം നീതിമാനെ ഞാൻ ആ പട്ടണത്തോടുകൂടെ നശിപ്പിക്കുകയില്ല. ഞാൻ അതെങ്ങനെയാണ് അറിഞ്ഞതെന്നാണ് നിങ്ങൾ ചോദിക്കുന്നതല്ലേ? കാരണം പിന്നീട് സംഭവിച്ചത് അതാണ്. അവിടെ നീതിമാനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി ലോത്തായിരുന്നു. ദൈവം ലോത്തിനോട് പറഞ്ഞത് പട്ടണത്തിൽ നിന്ന് വെളിയിൽ വരാനാണ്. അതായത് ലോത്ത് വെളിയിൽ വരുന്നത് വരെ ദൈവത്തിന് ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ സാധ്യം അല്ല എന്ന്. ഇത് ഭാവിയിൽ സംഭവിക്കുന്ന ദൈവകരുണയുടെ സൂചനയാണ്. ക്രിസ്തീയ സഭ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്രയും കാലം മഹോപദ്രവകാലം ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. നമ്മുടെ ശിക്ഷ അവൻ ഒരിക്കലായി ഏറ്റെടുത്തു. ഭൂമിയിൽ വരാൻ പോകുന്ന ന്യായവിധിയുടെ ഭാഗമാണ് മഹോപദ്രവകാലം. ഈ കാരണത്താലാണ് സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകില്ല എന്ന് ഞാൻ പഠിപ്പിക്കുന്നത്. ആ സത്യത്തിൻ്റെ മഹത്തായ ഒരു ചിത്രമാണ് സൊദോം ഗൊമോറയുടെ ന്യായവിധിയിലൂടെ നാം കാണുന്നത്. സൊദോമും ഗൊമോറയും ലോകത്തിൻ്റെ പ്രതീകമാണെന്ന് നാം കാണുവാൻ പോവുകയാണ്. ലോകം ഇന്നായിരിക്കുന്ന അവസ്ഥ എത്ര ഭീകരമാണ്, ഭയങ്കരമാണ്. ഇത് സൊദോമിനെ പോലെയും ഗോമോരയെ പോലെയും തന്നെ അല്ലേ? ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നാളെ കർത്താവ് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്നാണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ അവൻ നാളെ വരാം, അടുത്ത ആഴ്ച വരാം, കുറേ കഴിഞ്ഞ് വരാം, എപ്പോൾ വേണമെങ്കിലും വരാം. എന്നാൽ ആർക്കും ആ സമയം കൃത്യമായി പ്രവചിക്കുവാൻ കഴിയില്ല. 18-ാം അധ്യായം ദൈവവുമായുള്ള സംസർഗത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിത്രമായിരുന്നു. എന്നാൽ 19-ാം അധ്യായത്തിൽ ചിത്രം മാറുന്നു. അബ്രഹാം വസിച്ചിരുന്നിടമായ ഹെബ്രോനിലെ മമ്രയുടെ തോപ്പ് വിട്ട് നാം സൊദോമിലേക്ക് പോവുകയാണ്. പൊട്ടിത്തകർന്നൊരു ജീവിതത്തിൻ്റെ ചിത്രവും ചരിത്രവുമാണ് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം മറക്കരുത്, ലോത്ത് നീതിമാനായൊരു മനുഷ്യനായിരുന്നു എന്നത് ഓർക്കണം. ഈ പറഞ്ഞത് വിശ്വസിക്കുവാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രയാസം കാണും. ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ രേഖ മാത്രമേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഞാനത് വിശ്വസിക്കില്ലായിരുന്നു. എന്നാൽ
ശിമോൻ പത്രോസ് തൻ്റെ ലേഖനത്തിൽ ലോത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്രകാരം എഴുതി: അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും എന്ന്. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ. ലോത്ത് സോദോമിൽ ജീവിച്ചു, എന്നാൽ അവൻ അവിടെ ഒരിക്കലും സന്തോഷവാനായിരുന്നില്ല. അവൻ സോദോമിലേക്ക് മാറി താമസിച്ച ദിവസം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പരിതാപകരമായ ദിവസം തന്നെയായിരുന്നു. കാരണം ആത്യന്തികമായി അവൻ്റെ കുടുംബവും നഷ്ടമായി. ഈ സംഭവത്തിൻ്റെ മൊത്തം ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. അതായത് ലോത്തിന് തൻ്റെ കുടുംബത്തിൽ ഒരാളെപ്പോലും ലഭിക്കാതെ കുടുംബം മുഴുവൻ നഷ്ടമായി എന്ന്. ഇന്നും ഇതുപോലെയുള്ള അനേകരുണ്ട്. ആ വ്യക്തി രക്ഷിക്കപ്പെട്ടതായിരിക്കും, വേറിട്ട് ആരാധിക്കുകയും ചെയ്യുന്നുണ്ടാകും. എന്നാൽ അയാളുടെ ജീവിത രീതി കൊണ്ടോ അയാൾ ജീവിക്കുന്ന സാഹചര്യം കൊണ്ടോ അയാൾ തൻ്റെ കുടുംബത്തെ ഇതുവരെ കർത്താവിന് വേണ്ടി നേടിയിട്ടില്ല. എന്നാൽ കാലാന്തരത്തിൽ അയാളുടെ സ്വാധീനവും സാക്ഷ്യവും നഷ്ടപ്പെടും. 19-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. ലോത്ത് സോദോം പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റ് ചെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. ന്യായവിധിയെക്കുറിച്ച് അറിയിക്കുവാനാണ് ഈ 2 ദൂതന്മാർ ലോത്തിനെ സോദോമിൽ സന്ദർശിക്കുന്നത്. ലോത്ത് സോദോം പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അക്കാലത്ത് പട്ടണവാതിൽക്കൽ ഇരിക്കുന്നത് ന്യായാധിപന്മാരായിരുന്നു, ജഡ്ജസ്. ഇത് മറ്റൊരു വസ്തുത വ്യക്തമാക്കുന്നു. ലോത്ത് സോദോമിലേക്ക് പോയി എന്ന് മാത്രമല്ല, അവൻ അവിടുത്തെ രാഷ്ട്രീയത്തിൽ പങ്കാളിയാകുകയും ചെയ്തു. ഇന്ന് പലർക്കും പറ്റുന്ന ഒരു അബദ്ധം ഇതാണ്. എവിടെങ്കിലും കയറിപ്പറ്റുവാനുള്ളൊരു രാഷ്ട്രീയ കളി. ഇത് കൂടുതലും സഭയ്ക്കുള്ളിൽ തന്നെയാണ്. മറ്റെങ്ങും ആളാകാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ പള്ളിയിൽ നോക്കാം. സെക്രട്ടറിയും ട്രസ്റ്റിയും അതുമല്ലെങ്കിൽ ഒരു കമ്മിറ്റി അംഗമെങ്കിലും ആകണം. വഴക്കുണ്ടാക്കാൻ അതാണെങ്കിലും മതിയല്ലോ. ഇവിടെ ഇതൊരു ചെറിയ ന്യായാധിപൻ പട്ടണവാതിക്കൽ ഇരിക്കുന്നു. 2-ാം വാക്യം നോക്കിക്കാട്ടെ. യജമാനന്മാരെ, അടിയൻ്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപാർപ്പീൻ, കാലത്തെഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകുകയുമാം എന്ന് പറഞ്ഞതിന്, അല്ല, ഞങ്ങൾ വീതിയിൽ തന്നെ രാപാർക്കും എന്ന് അവർ പറഞ്ഞു. അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു. അപരിചിതർക്ക് അതിഥി സൽക്കാരം ചെയ്തിരുന്ന പതിവ് അക്കാലത്ത് സാധാരണമായിരുന്നു. ലോത്തും അതിഥി സൽക്കാരപ്രിയനായ ഒരു മനുഷ്യനായിരുന്നു. ഈ അപരിചിതർ വന്നപ്പോൾ അവരെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും അവർ അകത്ത് കടന്നിരിക്കുകയും ചെയ്തു. ആദ്യം അവർ മടി കാണിച്ച് തങ്ങൾ വെളിയിൽ എവിടെയെങ്കിലും പാർത്തുകൊള്ളാം എന്ന് അവർ പറഞ്ഞു. അതായത് ലോത്തിനെ അവർ ശല്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. എന്നാൽ അവർ ഇത് പറഞ്ഞതിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. 3-ാം വാക്യത്തിൽ നാം കാണുന്നു, അപ്പോൾ അവർ അവൻ്റെ അടുക്കൽ തിരിഞ്ഞ് അവൻ്റെ വീട്ടിൽ ചെന്നു. അവൻ അവർക്ക് വിരുന്നൊരുക്കി, പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. അവർ ഭക്ഷണം കഴിച്ചു. അബ്രഹാമിൻ്റെ അടുത്ത് അവർ ഒരു വിരുന്ന് കഴിച്ചതാണ്. ഇപ്പോൾ ലോത്തിൻ്റെ അടുത്ത് അവർക്ക് മറ്റൊരു വിരുന്ന് ലഭിക്കുന്നു. ഞങ്ങൾ വീഥികളിൽ തന്നെ രാപാർത്ത് അവിടെ എവിടെയെങ്കിലും ഉറങ്ങിക്കൊള്ളാം എന്നവർ പറഞ്ഞപ്പോൾ ലോത്ത് അവരോട് പറയുകയാണ്, അയ്യോ, ഈ സോദോമിൽ നിങ്ങളത് ചെയ്യരുത്. ഇത് അപകടം പിടിച്ച പണിയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവന് ഒരു വിലയും കാണില്ല, ഒരു ഗ്യാരണ്ടിയുമില്ല. ഇന്നത്തെ അവസ്ഥയും ഇതുതന്നെയല്ലേ? അത്യന്തം വഷളത്വം നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. മനുഷ്യജീവൻ ഇന്ന് എന്ത് വിലയാണുള്ളത്? സ്ത്രീകൾക്ക് പോയിട്ട് പുരുഷന്മാർക്ക് പോലും തനിയെ വഴി നടക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് പലയിടത്തും. ഇന്ന് ഒരു സ്ഥലവും സുരക്ഷിതമല്ലാത്ത കാലമാണ്. സമൂഹത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് വഷളത്വം പ്രബലപ്പെട്ടിരുന്നുവെന്നും അതിൻ്റെ അനിവാര്യമായ പരിണിതഫലം എന്തായിരുന്നുവെന്നും ഉള്ളതിൻ്റെ സാക്ഷ്യമായി സോദോം നമ്മുടെ മുൻപിലുണ്ട്. ഇതിൻ്റെ ഏറ്റവും കഠിനമായ പാഠങ്ങൾ തുടർന്നുള്ള പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ലോത്തിൻ്റെ ജീവിതത്തിലൂടെ വളരെ വലിയ ചില പാഠങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്ത് നാം എത്രമാത്രം വിശ്വസ്തരാകുന്നു എന്ന് നമുക്ക് സ്വയപരിശോധന ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ ആയാസകരമെങ്കിലും തൻ്റെ വൃതന്മാരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇടിവിൽ നിന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥന. ഒരു ദേശം പാപം ചെയ്ത്
ദൈവത്തിൻ്റെ കോപം അതിൻ്റെ നേരെ വരുമ്പോൾ ആ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം മതിൽ കെട്ടി ദൈവത്തിൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് മനുഷ്യരെ ദൈവം തിരയുന്നതായി യെഹെസ്കേൽ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. തന്നെ ക്രൂശിക്കുന്നവരുടെ അറിവില്ലായ്മയെ ഓർമ്മിപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവായ യേശു ക്രിസ്തു ഉത്തമ മാതൃകയായി നമുക്ക് മുൻപിലുണ്ട്.